പൂർവജന്മങ്ങളിൽ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മവാസന അനുഭവിച്ചു തീർക്കാനാണ് ഒരു ശരീരം സ്വീകരിച്ച് ജനിക്കുന്നത്. ഏത് കർമ്മവാസന അനുഭവിച്ച് തീർക്കാനാണ് ശരീരം സ്വീകരിച്ചത്? അതിനാണ് പ്രാരബ്ധ കർമ്മവാസന എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് ജീവിതയാത്രയിൽ സാധിക്കേണ്ടതായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ ശരീരം കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന കർമ്മവാസന കർമ്മം ചെയ്ത് അനുഭവിച്ചു തീർക്കണം. ആത്മജ്ഞാനമുണ്ടായാൽ സഞ്ചിത കർമ്മം ഒടുങ്ങുന്നതാണ്. പക്ഷേ പ്രാരബ്ധ കർമ്മം ചെയ്ത് അനുഭവിച്ച് തന്നെ തീർക്കണം. ഈ പ്രാരബ്ധവും ഒടുങ്ങിയാലാണ് സ്ഥിതപ്രജ്ഞത പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ പ്രാരബ്ധ കർമ്മം ഒടുക്കിയിട്ട് സ്ഥിതപ്രജ്ഞത നേടുക എന്നതാണ് ജീവിതയാത്രയുടെ രണ്ടാമത്തെ പ്രയോജനം. അർജുനൻ സ്വനിയതമായ കർമ്മം സ്വധർമ്മമായി അനുഷ്ഠിക്കാതിരുന്നാൽ പ്രാരബ്ധക്ഷയം, സ്ഥിതപ്രജ്ഞത ഇവയാണ് ഈ ശരീരയാത്ര കൊണ്ട് സിദ്ധിക്കേണ്ടത്. ഇവയൊന്നും ഈ രണ്ടും സിദ്ധിക്കാതെ പോകും എന്നാണ് ഭഗവാന്റെ